യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രാർത്ഥനയാണ്. यीशु ने अपने शिष्यों को जो एक चीज सिखाया था, सबसे मुख्य चीज वो था प्रार्थना. ശിഷ്യന്മാർ യേശുവിനോട് പഠിപ്പിക്കുവാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും പ്രാർത്ഥനയാണ്. और सबसे मुख्य चीज जो यीशु के शिष्य सीखना चाहते थे वो भी प्रार्थना है. ശിഷ്യന്മാർ യേശുവിനോട് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞതിന് ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. यीशु के शिष्यों ने यीशु से कहा कि हमें प्रार्थना करना सिखाइए. इसके पीछे भी एक प्रमुख बात था. ഈ ശിഷ്യന്മാർ യേശുവിനോടൊപ്പമായിരുന്നു ചില വർഷങ്ങൾ. ये शिष्य लोग यीशु के साथ थे कई वर्ष तक. ഇവർ യേശുവിനെ ശ്രദ്ധിക്കുകയായിരുന്നു. ये लोग यीशु को बहुत ध्यान से देखते थे. യേശുവിന്റെ പതിവ് എന്തൊക്കെയാണ് എന്ന് ഇവർ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. वो लोग देखने का कोशिश करते थे कि यीशु की आदतें क्या है. ഇവർക്ക് മനസ്സിലായി യേശുവിന്റെ പതിവ് പ്രാർത്ഥനയാണ്. तो उन लोग को समझ में आया कि यीशु की आदत है कि वो प्रार्थना करते हैं. ഇവർക്ക് മനസ്സിലായി യേശുവിന്റെ മിനിസ്ട്രിയുടെ വിജയ രഹസ്യം പ്രാർത്ഥനയാണ്. तो उन लोग को समझ में आया कि यीशु के सेवकाई का जो विजय के पीछे का कारण है वो है प्रार्थना. യേശുവിന്റെ ജീവിതം പരിശോധിച്ചാൽ താൻ തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപ് 40 ദിവസം ഉപവാസത്തോടുകൂടെ പ്രാർത്ഥിച്ചു. अगर हम यीशु मसीह का जिंदगी को देखेंगे तो हम देख सकते हैं कि यीशु मसीह अपना सेवकाई शुरू करने से 40 दिन पहले तक वो उपवास में थे. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു, വളരെ തിരക്കുള്ള ഒരു ദിവസം യേശു വളരെ നേരം വൈകി രാത്രിയായി ഉറങ്ങിയപ്പോൾ, എന്നാൽ എഴുതിയിരിക്കുന്നു 35-ാമത്തെ വാക്യത്തിൽ, അതിരാവിലെ യേശു എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാനായി ഒരു സ്ഥലത്തേക്ക് പോയി. मरकुस 1 में हम देख सकते हैं कि एक दिन शाम को यीशु बहुत थक चुके थे और वो सो गए थे. वो रात थोड़ा देरी से सोए थे. फिर भी वो सुबह उठते ही उन्होंने सबसे पहला काम ये किया कि उन्होंने प्रार्थना किया. യേശു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു എന്ന് നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ ലൂക്കോസ് 6-ാം അധ്യായത്തിൽ വായിക്കുന്നു. हम लोग जब लूका पढ़ते हैं 6वां अध्याय तो हम देख सकते हैं यीशु पूरा रात्रि प्रार्थना किए. യേശുവിന്റെ ജീവിതത്തിലെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള, താൻ ഏറ്റവും വേദനയിലൂടെ കടന്നുപോയ സമയത്ത് യേശു വീണു കിടന്നു പ്രാർത്ഥിച്ചു. यीशु जब अपनी जिंदगी में बहुत दर्द से गुजर रहा था तब भी उन्होंने बहुत प्रार्थना किया. യേശുവിന്റെ ഈ ലോകത്തിലെ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത്, ജീവൻ പോകുന്നതിന് തൊട്ടു മുൻപും യേശു പ്രാർത്ഥിച്ചു. तो यीशु का जिंदगी का सबसे मुख्य समय था, अर्थात उस समय जब उनकी जान जाने वाली थी, उस समय भी उन्होंने प्रार्थना की. പ്രാർത്ഥിച്ച യേശു ശുശ്രൂഷയിൽ വിജയിച്ചു. जो प्रार्थना किया था वो यीशु हम अपने सेवकाई में विजय प्राप्त. ഇത് മനസ്സിലാക്കിയ ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു, ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ. तो जब शिष्यों को यीशु का विजय के पीछे का रहस्य पता चला तो वो लोग भी यीशु से बोले कि हमें प्रार्थना करना सिखाइए. ആ പ്രാർത്ഥന യേശു പഠിപ്പിച്ച പ്രാർത്ഥനയാണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുന്നത്. तो मत्ती रचित सुसमाचार इसका 6वां अध्याय का उसका 9वां पद हम देखेंगे तो हम देख सकते हैं कि यीशु वहाँ प्रार्थना करने के लिए सिखाते हैं. അവിടെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. तो वहाँ 12वें पद में हम देख सकते हैं कि जैसे हमने अपने अपराधियों को माफ किया है वैसे आप भी हमारे अपराधों को माफ करें. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. ये हम लोग को बहुत ही ध्यान देने वाला प्रार्थना है. ഞങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കണമേ എന്നല്ല അവർ പ്രാർത്ഥിച്ചത്. वो लोग ये नहीं प्रार्थना की कि हमारे अपराधों को क्षमा कीजिए. അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലായി. उन लोगों को एक बहुत ही मुख्य बात पता चला. ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് മുൻപ്, ഞങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് പോലെ എന്നൊരു പ്രാർത്ഥന ഉണ്ടായിരിക്കണം എന്നവർക്ക് മനസ്സിലായി. तो वो लोग ये प्रार्थना नहीं की कि हमारे अपराधों को क्षमा कीजिए, लेकिन उससे पहले उन्होंने क्या बोला कि जैसे हम अपने अपराधियों को क्षमा करते वैसे आप हमारे अपराधों को क्षमा कीजिए. അവർക്ക് മനസ്സിലായി അവരെ ദൈവത്തോട് ഒത്തിരി കടംപെട്ടിരിക്കുന്നവരാണ്. तो ये बात उन्हें समझ में आया कि वो लोग को यीशु के प्रति वो लोग बहुत कर्जदार है. പ്രിയമുള്ളവരെ, ഇത് നമ്മളുടെ ജീവിതത്തിലും സത്യമാണ്. ये हमारे जिंदगी में भी सच है. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മൾക്ക് ദൈവത്തോട് പല പ്രാർത്ഥനകളുണ്ട്. तो जब हम आज ये संदेश सुनते हैं तो हम लोग यीशु के सामने हम लोग बहुत प्रार्थना करेंगे. എന്നാൽ നമ്മളുടെ പ്രാർത്ഥന എങ്ങനെ ആയിരിക്കണമെന്ന് യേശു നമ്മളെ പഠിപ്പിക്കുകയാണ്. लेकिन यीशु हमें सिखाया है कि हमारा प्रार्थना कैसे होना चाहिए. ആരോടെങ്കിലുമൊക്കെ ജീവിതത്തിൽ വിദ്വേഷവും വേദനയും ഒക്കെ ഉണ്ടെങ്കിൽ, अगर हमारी जिंदगी में किसी के प्रति कोई कड़वाहट या गुस्सा है तो യേശു നമ്മളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. तो हम लोग को वो बात ध्यान देना है कि यीशु ने हमें कैसे प्रार्थना करना
सिखाया है। നമ്മളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒക്കെ ആരെങ്കിലും ഒക്കെ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കും. हमारे जिंदगी में बहुत बार हम लोग को कई लोगों ने दिल में दर्द दिया होगा। നമ്മൾ വളരെ സ്നേഹിച്ച ചിലർ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കും. कई बार हम जिससे पूरा दिल से प्रेम करते हैं वो लोग हमें दुख देते हैं। നമ്മൾ ട്രസ്റ്റ് ചെയ്ത ചിലർ ആ സമയം വന്നപ്പോൾ നമ്മളെ ഉപേക്ഷിച്ചിട്ടുണ്ടായിരിക്കും. हमने कई बार जिस पे भरोसा किया था वो लोग हम लोग का मुसीबत के समय में हमारा साथ छोड़ देते നമുക്ക് हैं। വലിയ വേദന ഉണ്ടായ സന്ദർഭങ്ങൾ ഉണ്ടായിരിക്കും. हम लोग के दिल में बहुत दर्द हुआ, ऐसा कोई समय हो सकता നമ്മൾ है। ചിലരിൽ പ്രതീക്ഷ അർപ്പിച്ചപ്പോൾ സമയം വന്നപ്പോൾ അവർ നമ്മളെ കൈവിട്ട അനുഭവങ്ങൾ നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ട്. बहुत बार ऐसा होता है कि हम पूरा आशा किसी पे लगाते हैं और सही समय पर वो लोग हमें छोड़ के चले जाते हैं। എന്നാൽ യേശു നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന ശ്രദ്ധിക്കുക. लेकिन हम लोग को यीशु जो प्रार्थना हमें सिखाया ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. हम लोग के अपराधों को क्षमा करें। പ്രിയമുള്ളവരെ, നമ്മൾക്ക് അത്യാവശ്യമാണ് ഈ നമ്മളുടെ കടങ്ങളെ ദൈവം നമ്മളോട് ക്ഷമിക്കണം. तो हमारे लिए बहुत जरूरी है कि यीशु हमारे पापों को क्षमा करना चाहिए। എന്നാൽ ഇവിടെ യേശു പഠിപ്പിക്കുകയാണ്, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഒരു കാര്യം കൂടെ പറയണം, ഞങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് പോലെ. तो लेकिन यीशु हमें जब प्रार्थना सिखाते तो ये बात बोलते हैं कि हमें ये भी याद रखना है कि हम जैसे दूसरों के अपराधों को क्षमा करते हैं। രണ്ട് തരത്തിലുള്ള റെസ്പോൺസ് നമ്മളിൽ നിന്നുണ്ടാകാം. हम लोग के प्रति हम लोग के तरफ से दो प्रकार का प्रतिक्रिया हो सकती है। ആരെങ്കിലുമൊക്കെ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ, ആരെങ്കിലുമൊക്കെ നമ്മളോട് തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് രണ്ട് തരത്തിലുള്ള റെസ്പോൺസ് നമ്മളിൽ നിന്നും ഉണ്ടാകാം. जब हमें कोई दर्द देता है दिल में या हमें जब कोई दुखाता है तब हम लोग दो प्रकार का प्रतिक्रिया कर सकते ഒന്ന് हैं। ബിറ്റർനെസ്, ആങ്കർ, ഹേട്രഡ്നെസ്, അവരോട് കയ്പായിരിക്കുക, അവരോട് ദേഷ്യം ഉണ്ടാകുക, അവരെ വെറുക്കുക. ഇതാണ് ഒരു റെസ്പോൺസ്. पहला प्रतिक्रिया जो हम कर सकते हैं वो ये है कि हमें उनके प्रति एक कड़वाहट हो जाएगा, हम उनसे नफरत करने लगेंगे, गुस्सा करेंगे। ആ മനുഷ്യനോട് വർഷങ്ങളായി വേദനയിൽ, ദേഷ്യം, ബിറ്റർനെസ്, കയ്പിന്റെ അനുഭവം. हम बहुत वर्षों तक उस इंसान के साथ कड़वाहट रखेंगे, दिल में गुस्सा करेंगे। തൊട്ടടുത്ത അയൽവക്കത്ത് താമസിക്കുന്ന ആളുകളോട് വർഷങ്ങളായി സംസാരിക്കാത്ത ആളുകളുണ്ട്. बहुत सारे लोग हैं जो अपने पड़ोसी के साथ वर्षों तक बात नहीं करते हैं। സ്വന്തം സഹോദരന്റെ മകന്റെ വിവാഹത്തിന് അവർ തമ്മിലുള്ള കയ്പ് കാരണം, വെറുപ്പ് കാരണം പോകാത്ത ആളുകളുണ്ട്. अपने खुद के रिश्तेदार के बेटी की शादी में भी बहुत लोग नहीं जाते क्योंकि उनके दिल में कड़वाहट होता है। ഇന്ന് രാത്രി നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം, എന്താണ് നമ്മുടെ റെസ്പോൺസ്? तो आज जब हम यीशु के सन्मुख में हैं तो हम लोग सोच सकते हैं कि हमारी प्रतिक्रिया क्या होगी। എന്തായിരിക്കണം നമ്മുടെ റെസ്പോൺസ്? हम लोग की प्रतिक्रिया क्या होनी चाहिए? യേശുവാണ് നമുക്ക് മാതൃക കാണിച്ചിരിക്കുന്നത്. यीशु ने हमें नमूना दिखाया है। യേശു പറയുകയാണ്, നമ്മളുടെ കടങ്ങൾ മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കുന്നത് പോലെ യേശുവേ, ദൈവമേ, ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. तो यीशु बोलते हैं कि यीशु जब प्रार्थना सिखाते हैं तो बोलते हैं कि जिस प्रकार हम दूसरों के अपराधों को क्षमा करते हैं वैसे हमारे अपराधों को भी क्षमा कीजिए। റോമാലേഖനം 5-ാം അധ്യായത്തിൽ നമ്മളുടെ 4-5 ഗുണങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. तो रोमियो 5वें अध्याय में हम लोग का 4-5 गुण लिखा है वहाँ। അവിടെ എഴുതിയിരിക്കുന്നത് അതിന്റെ സമ്മറി പറഞ്ഞാൽ, we were completely against this God. നമ്മൾ ഈ ദൈവത്തിനെതിരായിരുന്നു. तो अगर हम इसका संक्षेप में देखेंगे तो हम देख सकते हैं कि हम हरदम परमेश्वर के विरोध में थे। നമ്മൾ പാപികളായിരുന്നു. हम लोग पापी थे। നമ്മളിൽ ഒരു നന്മയും ഇല്ലായിരുന്നു. हम लोग में एक भी भलाई या गुण नहीं था। അവിടെ എഴുതിയിരിക്കുന്നു, നമ്മൾ പാപികളായിരുന്നപ്പോൾ തന്നെ യേശു നമ്മളെ സ്നേഹിച്ച തന്റെ ജീവനെ നമുക്ക് വേണ്ടി നൽകി. वहाँ लिखा है कि जब हम पापी थे तब परमेश्वर ने हमसे प्रेम करके अपना जान दिया हमारे लिए। ഒരു കാര്യം ഓർത്തുകൊള്ളുക, നമ്മൾ ദൈവത്തോട് ചെയ്ത തെറ്റുപോലെ ഒരു മനുഷ്യനും നമ്മളോട് ചെയ്തിട്ടില്ല. हम लोग हरदम ये बात याद रखना है कि जिस प्रकार हमने परमेश्वर का दिल दुखाया उतना ज्यादा हमारा दिल कभी कोई नहीं ചില दुखाया होगा। ഭർത്താക്കന്മാർ ഭാര്യമാരോട് ക്ഷമിക്കാറില്ല വർഷങ്ങളോളം. बहुत सारे पति लोग ऐसे होते हैं जो अपनी पत्नी लोग को बहुत सालों तक माफ नहीं करते हैं। ചില ഭാര്യമാർ ഭർത്താക്കന്മാരോട് ക്ഷമിക്കുന്നില്ല. बहुत सारी पत्नी लोग अपने पतियों को नहीं माफ करते ചില हैं। കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളോട് ക്ഷമിക്കാൻ കഴിയുന്നില്ല. बहुत सारे बच्चे हैं जो अपने माता पिता को माफ नहीं कर पाते ഞങ്ങളുടെ हैं। ചെറുപ്പത്തിൽ പപ്പായും മമ്മിയും ഞങ്ങളെ സ്നേഹിച്ചില്ല, ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ ചെയ്തില്ല. ആ വിദ്വേഷം വർഷങ്ങളോളം മനസ്സിൽ കൊണ്ട് നടക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, മക്കളുണ്ട്. बहुत सारे बच्चे हैं जो मन में सोचते हैं कि मेरे बचपन जब मैं छोटा था तब मेरे माँ बाप ने जितना मुझे प्रेम देना चाहिए था उतना दिया नहीं। यही बात का कड़वाहट की वजह से वो लोग वर्षों तक बात नहीं करते हैं। നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട് നമുക്ക് സ്വീകരിക്കാവുന്ന രണ്ടാമത്തെ റെസ്പോൺസ് എന്താണ്? हमारे साथ जो गलत करते हैं, बुरा करते हैं, उनके साथ हम जो दूसरा प्रतिक्रिया कर सकते हैं वो ये है, forgive them,
love them, pray for them. അവരോട് ക്ഷമിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ സ്നേഹിക്കുവാൻ തുടങ്ങുക. हाँ, दूसरा प्रतिक्रिया ये है कि हम उन्हें माफ करें, हम उनसे प्रेम करें, हम उनके लिए प्रार्थना करें. പ്രിയമുള്ളവരെ, കാൽവരി ക്രൂശിൽ യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താണ്? तो आप देख सकते हैं मेरे प्रियो, परमेश्वर ने कालवरी क्रूस में क्या प्रार्थना किया. യേശു ക്രൂശിൽ കിടന്ന ഒരു ആനിമേഷൻ ഫിലിം അല്ല. यीशु कोई ऐसे ही कोई चित्र या फिल्म नहीं है. യേശു ക്രൂശിൽ കിടന്ന ഒരു കലാകാരന്റെ ഭാവനയല്ല. यीशु जो क्रूस पे लटका वो एक किसी कलाकार का कुछ भावना नहीं है. യേശു ക്രൂശിൽ കിടന്നു എന്നുള്ളത് നമ്മളെ സദാചാരം പഠിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു കഥയല്ല. ये हम लोग यीशु क्रूस में इसीलिए नहीं लटका ताकि हम लोग को अच्छा काम करने के लिए, सिखाने के लिए. It is a real story. It's a true story. ये एक सच्ची घटना है. 2000 years back he was here on the face of this earth. 2000 साल पहले हमारे यीशु इस जगत में आए थे. 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു എന്നുള്ളത് ഇന്ന് ഈ സംസാരിക്കുന്ന ഞങ്ങൾ ഇവിടെ നിൽക്കുന്നു എന്ന സത്യം പോലെയുള്ള ഒരു സത്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. 2000 साल पहले यीशु इस धरती पर जन्म लिए, ये बात सच है और हम भी उसके गवाह हैं. हम इधर खड़े हैं. അന്നത്തെ ഗവർണറായിരുന്ന പിലാത്തോസ് 3 തവണയെങ്കിലും പറഞ്ഞു, ഈ മനുഷ്യരിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. उस समय का जो अधिकारी था पिलातुस, वो भी यही बोलते हैं कि मैं इस मनुष्य में कोई दोष नहीं पाता. ഒരു കുറ്റവും ചെയ്തിട്ടില്ലാത്ത യേശുവിന്റെ മുഖത്ത് അവർ തുപ്പി. एक भी दोष नहीं किया हुआ यीशु के मुंह पे उन्होंने थूका. അവർ അടിച്ചടിച്ച യേശുവിന്റെ ശരീരം ഉഴവ് ചാലുകൾ പോലെ കീറപ്പെട്ടു. उन्होंने यीशु के शरीर को इतने बार मारा कि उनका चमड़ा भी निकलने लगा. യേശുവിന്റെ കണ്ണുകൾ കെട്ടിയിട്ടവർ യേശുവിനെ അടിച്ചിട്ട് പറഞ്ഞു, പ്രവചിക്ക, ആരാണ് നിന്നെ തല്ലിയത്? उन्होंने यीशु के आंख को बांधकर, आंख में पट्टी डालकर उसको इतना मारा और पूछा कि सच, अगर आप भविष्यवक्ता है तो भविष्यवाणी कीजिए कि किसने आपको मारा. യേശു എത്രയോ ആളുകളെ സൗഖ്യമാക്കി. यीशु ने कितने लोगों को चंगा किया. കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി. कुष्ठ रोगियों को चंगा किया. ഒരു യോഗത്തിൽ വെച്ച് ഒരു 20,000 പേർക്കെങ്കിലും ഭക്ഷണം കൊടുത്തു. അത്ഭുതകരമായി. बहुत भीड़ वाली जगह में उन्होंने कम से कम 5000 लोगों को खाना खिलाया. യേശു കാനാവിൽ വെച്ച് വെള്ളം വീഞ്ഞാക്കി. അത് അവർക്ക് വിവാഹത്തിന് വേണ്ടി കുടിക്കുവാൻ സ്വാദുള്ള കുടിക്കുവാൻ വേണ്ടി അതിനെ വീഞ്ഞാക്കി. काना नगर में शादी के समय उन्होंने परमेश्वर ने उधर चमत्कार किया, पानी को दाखरस में बदल दिया. ഇതെല്ലാം കണ്ടുകൊണ്ട് ഇതിന്റെ എല്ലാം ദൃക്സാക്ഷികളായ ശിഷ്യന്മാർ ആ നിമിഷത്തിൽ ഒരു കുറ്റവും ചെയ്തിട്ടില്ലാത്ത യേശുവിനെ അവർ അടിക്കുമ്പോൾ ശിഷ്യന്മാർ എല്ലാവരും യേശുവിനെ വിട്ട് ഓടിപ്പോയി എന്ന് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു. हम लोग यीशु के वचन में देख सकते हैं कि यीशु के चेले जिन्होंने उनका चमत्कार सब देखा था, फिर भी यीशु को जब मारा गया, उनका निंदा किया गया, तब ये सारे चेले उनको धोखा देके चले गए. പ്രിയമുള്ളവരെ, ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളുക, നമ്മളുടെ ഏറ്റവും നല്ല മോഡൽ, നമ്മളുടെ ഏറ്റവും നല്ല റോൾ മോഡൽ യേശുവാണ്. मेरे प्रियजनों, जब आप इस संदेश को सुनते हैं तो आप हरदम याद रखिएगा कि हमारी सबसे अच्छा नमूना, सबसे अच्छा आदर्श यीशु है. നമ്മളുടെ റെസ്പോൺസ് എന്തായിരിക്കണം? हमारा प्रतिक्रिया क्या होनी चाहिए? യേശു നമ്മളോട് ക്ഷമിച്ചതുപോലെ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുക. जिस प्रकार यीशु ने हमें माफ किया, उसी प्रकार हम दूसरे को माफ करें. എനിക്ക് വളരെ പരിചയമുള്ള ഒരു ഡോക്ടർ, അദ്ദേഹം തൻ്റെ പെങ്ങളോട്, തൻ്റെ അനിയത്തിയോട് വർഷങ്ങൾ സംസാരിച്ചില്ല. मेरे जान परिचित में एक डॉक्टर है, वो अपनी बहन से वर्षों तक बात नहीं किया है. എന്താ കാര്യം എന്നറിയാമോ? उसका कारण क्या है पता है? തൻ്റെ വിവാഹം അറേഞ്ച് ചെയ്തത് തൻ്റെ പെങ്ങളാ. उनका शादी जिन्होंने सोचा था, तय किया था, वो उसकी बहन थी. തനിക്ക് ദേഷ്യം വരാനുള്ള കാരണം ഇങ്ങനെ ഒരു ഭാര്യയുമായിട്ട് എന്റെ വിവാഹം നടത്തിയത് എന്റെ പെങ്ങളാ, വർഷങ്ങൾ സംസാരിച്ചില്ല. तो उनको इस बात का गुस्सा था कि इस तरह की लड़की से मेरी बहन ने मुझे शादी करवाया, तो इसलिए उसके कड़वाहट की वजह से उसने वर्षों तक बात नहीं की. അവൻ ഭാര്യയോട് എത്ര സ്നേഹമുണ്ടെന്ന് നമുക്കറിയാമല്ലോ. तो हम सोच सकते हैं कि उसको अपनी पत्नी से कितना प्रेम हुआ പക്ഷെ होगा. മരിച്ചു കഴിഞ്ഞപ്പോൾ നല്ലൊരു കവിത എഴുതി തന്റെ പെങ്ങളെ പറ്റി. लेकिन जब वो मर गई उसकी बहन, तब उसने अपनी बहन के ऊपर एक बहुत अच्छा कविता लिखा. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ചിലർ മരിച്ചു കിടക്കുമ്പോൾ നമ്മൾ എത്ര നല്ല കാര്യങ്ങളാ പറയുന്നേ. बहुत सारे हमारे प्रियजन जब मर जाते तब हम उनके बारे में कितना अच्छा बात बोलते हैं. അവർ ജീവിച്ചിരിക്കുമ്പോൾ അതിൽ ഒന്നെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ എത്ര സന്തോഷമായേനെ. अगर जब वो इंसान जीवित थे तब अगर हम उनके बारे में अच्छा बोलते तो कितना अच्छा होता. ചെറിയ പിണക്കങ്ങൾ നമ്മൾ വിട്ടു
വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. हम लोग छोटी छोटी बातों को लेकर गुस्सा होते हैं, हम उसको माफ करने को तैयार नहीं होते हैं। എത്രയോ കുടുംബ ബന്ധങ്ങളാണ് തകരുന്നത്. कितने सारे घर परिवार नष्ट होती है। ആരൊക്കെയോ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. कितने सारे लोग तुम्हें धोखा दिए होंगे। ആരൊക്കെയോ നിങ്ങളോട് ചെയ്യരുതാത്തത് ചെയ്തിട്ടുണ്ടായിരിക്കും. बहुत सारे लोग जो आपके साथ नहीं करना चाहिए था वो करते हैं। നമ്മളുടെ ഏറ്റവും നല്ല റെസ്പോൺസ് എന്താണ്? हमारा सबसे अच्छा प्रतिक्रिया क्या हो सकता है? ഇന്ന് രാത്രി വിടുവിക്കപ്പെടുവാനുള്ള ഏറ്റവും നല്ല റെസ്പോൺസ് എന്താണ്? आज अगर हम छुटकारा पाना चाहते तो हमारा प्रतिक्रिया क्या हो सकता है? ഇന്ന് രാത്രി ഒരു സ്വാതന്ത്ര്യം പ്രാപിക്കുവാനുള്ള ഏറ്റവും നല്ല നമ്മുടെ റെസ്പോൺസ് എന്താണ്? अगर हम पूरा अपना स्वतंत्रता से जिंदगी जीना चाहते तो हमारा प्रतिक्रिया क्या हो सकता है? The response is to forgive them. हमारा प्रतिक्रिया ये होना चाहिए कि हम उन्हें माफ करें, Because Jesus forgave us unconditionally. क्योंकि यीशु ने हमें बिना कुछ वापस चाहकर हमें माफ किया है। ഒരു ഭർത്താവും ഭാര്യയും തമ്മിൽ വഴക്കുണ്ടായപ്പം അത് ഒന്ന് ശരിയാക്കാൻ വേണ്ടി ശ്രമിച്ചു. जब एक पति पत्नी में झगड़ा हुआ तो वो लोग उस मामले को ठीक करने के लिए देखा। ഭർത്താവ് പറയാ ഞാൻ അവളെ സ്വീകരിക്കാം. पति ने बोला कि मैं उसे स्वीकार करूंगा, പക്ഷെ അവൾ ആംഗ്ലയോട് സംസാരിക്കാൻ പാടില്ല. लेकिन पत्नी अपने भाई से बात नहीं करना चाहिए, അവന്റെ അമ്മയോടും അപ്പനോടും സംസാരിക്കാൻ പാടില്ല. और पत्नी अपने माँ बाप से बात नहीं कर ഒരു सकती। 12 കൂട്ടം കണ്ടീഷൻ വെച്ചു. और 12 चुनौती उसके सामने रखी। അങ്ങനെയൊക്കെയാണോ നമ്മൾ വിവാഹം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്? അങ്ങനെയൊക്കെയാണോ? तो क्या हम किसी शादी में इतना सारा चुनौती सामने रखते हैं क्या? പ്രിയമുള്ളവരെ, the best method is to forgive. मेरे प्रियजनों, सबसे अच्छा बात यह है कि हम माफ करें। That will release you from the bondages. वो हमें सारी बंधन से छुटकारा देगा, അത് നമ്മളെ സ്വതന്ത്രരാക്കും. वो हमें स्वतंत्र करेगा। ഈ കയ്പ് അത് എത്ര വലിയൊരു കാര്യമാണെന്ന് നമ്മൾ പല അനുഭവങ്ങൾ ഓർത്താൽ, നമ്മുടെ ജീവിതത്തിലെ ചില അനുഭവങ്ങളും മറ്റുള്ള അനുഭവങ്ങളും ഓർത്താൽ നമുക്ക് മനസ്സിലാകും how dangerous and how long lasting that bitterness can be. हम सोच सकते हैं कि कड़वाहट एक बहुत ही बुरा चीज है, जो हम लोग की भी जिंदगी में बहुत बार कड़वाहट होगा। उस बात को जब हम सोचते तो हम समझ सकते हैं हमारा कड़वाहट कितना बुरा होता ഒരു है। 95 വയസ്സുള്ള അപ്പച്ചന് അസുഖമായിട്ട് കിടന്നപ്പം തൻ്റെ ഭാര്യ പല വർഷങ്ങളായി തൻ്റെ അടുത്തില്ല. വന്ന് പറഞ്ഞു, അപ്പച്ചന് അസുഖമാ, തീരെ സുഖമില്ല, വന്നൊന്ന് കാണാമോ? एक 95 साल के एक दादाजी थे, तो वो बीमार थे, तो उनकी पत्नी उनके पास नहीं थी बहुत सालों से। तो एक इंसान ने उनकी पत्नी को कॉल करके बोला कि मतलब आपके पति बीमार है, तो क्या आप आके उनसे मिल सकते हो? 85 വയസ്സിൽ കൂടുതലുള്ള അമ്മച്ചി പറഞ്ഞു, ഞാൻ കാണത്തില്ല അയാളെ. तो एक 85 इयर्स के ऊपर एक वाली दादी, मतलब उनकी पत्नी ने बोला कि मैं नहीं देखूंगा उन्हें, എനിക്ക് അയാളെ കാണണ്ട. मेरे को उनको देखने का मन नहीं है। 27 വർഷം മുമ്പ് അയാൾ എന്നോട് ഇങ്ങനെ ചെയ്തു. 27 साल पहले उन्होंने मेरे साथ ऐसा किया। 23.5 വർഷം മുമ്പ് എന്നോട് ഇങ്ങനെ ചെയ്തു. 23 साल पहले उन्होंने ऐसा किया। 95 വയസ്സുള്ള അപ്പച്ചൻ അല്പനേരത്തെ അസുഖത്തിന് ശേഷം മരിച്ചു. और वो जो 95 इयर्स के वो दादाजी थे, वो थोड़ी देर बाद मर गए। മരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മച്ചി കാണാൻ വന്നു. वो जब मर गए तो वो दादी, उनकी पत्नी उनसे मिलने आई। കുറച്ച് ദിവസം മുമ്പ് വന്നിരുന്നെങ്കിലോ? और थोड़े दिन पहले आती तो 25 വർഷങ്ങൾ ബിറ്റർനെസ് കൊണ്ട് നടക്കുക. 25 साल पहले से दिल में कड़वाहट रख के घूम रहा है। എൻ്റെ ഒരു സുഹൃത്ത്, ഒരു ശാസ്ത്രജ്ഞൻ, ഒരു സയന്റിസ്റ്റ്, मेरा एक दोस्त है जो वैज्ञानिक है। ഒരു സഹോദരി, അവരോട് ഞാൻ പഠിപ്പിച്ച ഒരാളെ പറ്റി ചോദിച്ചു, നിങ്ങൾ ഒരുമിച്ച് ഒരു ഡിപ്പാർട്ട്മെന്റിലാണല്ലോ വർക്ക് ചെയ്യുന്നത്, ആളെ അറിയാമോ? तो मैंने एक इंसान को पढ़ाया था, तो मैंने उनसे पूछा कि क्या आप इस इंसान को जानते हो, आप सेम डिपार्टमेंट में काम करते हो ना? അറിയാമോ എന്ന് അബദ്ധത്തിൽ ചോദിച്ചതിൽ 15 മിനിറ്റ് ആ ആളെ പറ്റി പറയാൻ തുടങ്ങി. तो मैंने तो गलती से बस पूछ दिया कि क्या आप जानते हो क्या, और वो 15 मिनट तक उन्हीं के बारे में बोलते रहे। എങ്ങനെ റിസർച്ച് പേപ്പർ മാറ്റി, എങ്ങനെ പ്രൊമോഷന് വേണ്ടി ശ്രമിച്ചു. 15 മിനിറ്റോളം ഒന്ന് ചോദിച്ചതേ ഉള്ളൂ, നിങ്ങളിത് പരസ്പരം അറിയാമോ എന്ന്. പിന്നെ ഒരു 15 മിനിറ്റത്തെ കഥ പറയാൻ തുടങ്ങി. അതിൽ ഒരു കാര്യം പോലും നല്ല കാര്യമില്ലായിരുന്നു. तो मैंने बस ऐसे ही पूछा कि क्या आप दोनों आपस में जानते हो क्या, और वो फिर 15 मिनट वही बोलते रह गई, और उसमें एक भी बात उसने अच्छा नहीं बोला उनके ഇങ്ങനെ बारे में। ബിറ്റർനെസ് നമ്മുടെ ഉള്ളിൽ കൊണ്ടു നടക്കുമ്പോൾ ആർക്കാ ഏറ്റവും വലിയ കുഴപ്പമെന്ന് അറിയാമോ? जब हम दिल में कड़वाहट रखते हैं तो आपको पता है क्या किसको सबसे ज्यादा दिक्कत होता है? ഏറ്റവും വലിയ കുഴപ്പം നമുക്ക് തന്നെയാ. सबसे ज्यादा दिक्कत हमें होती है। ശരീരത്തിൽ പല അസുഖങ്ങളും വരും. हमारे शरीर में बहुत सारी बीमारी आएगी। ബ്ലഡ് പ്രഷർ തൊട്ട് പല അസുഖങ്ങളും ഇത് കാരണം ഉണ്ടാവും. ब्लड प्रेशर और भी बहुत सारा बीमारी आएगा इसकी वजह से। ഞാനൊരു പുസ്തകത്തിൽ ഒരു കഥ വായിച്ചിട്ടുണ്ട്. मैं किताब में एक कहानी पढ़ा हूँ, ഒരു റിയൽ സ്റ്റോറി. एक सच्ची घटना है ധർമ്മപ്രകാശ് धर्म प्रकाश के बारे में। തൻ്റെ ഭാര്യ
യേശുവിൽ വിശ്വസിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. उनकी पत्नी एक ऐसी स्त्री थी जो यीशु पे विश्वास करती ഒരു थी. ദിവസം തന്നെ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചപ്പോൾ താൻ ലെതർ ഷൂ കൊണ്ട് ഒറ്റ തൊഴി കൊടുത്തു. तो एक बार उसकी पत्नी ने अपने वो धर्म प्रकाश उनके पति को बोला प्रार्थना करने के लिए, तो उनको इतना गुस्सा आया कि वो पति ने वो पत्नी को अपने जूते से मारा. അവർ ആ തൊഴി കൊണ്ട് താഴെ വീണു. वो स्त्री, वो जो उनकी पत्नी थी, वो उसको मार मिला जूते से, तो वो गिर गई. വലിയ ശബ്ദം കേട്ട് ധർമ്മപ്രകാശിന്റെ അമ്മയോടി വന്നു. बहुत ऊंचा शब्द सुनी तो धर्म प्रकाश की मम्मी आई. അമ്മ ചോദിച്ചു, എന്താ എന്ത് പറ്റി? तो उसकी मम्मी आके पूछी कि क्या हो गया. സാധാരണഗതി പറയായിരുന്നു, നിങ്ങളല്ലേ ഇങ്ങനെ ഈ മോനെ വളർത്തിയത്. अगर वो चाहती तो वो ये भी बोल सकती थी कि आपने ही तो इस बेटे को ऐसे बड़ा किया है. ഈ സ്ത്രീ പറഞ്ഞു, ഒന്നുമില്ല മമ്മി, ഞാൻ താഴോട്ടൊന്ന് വീണെന്നേ ഉള്ളൂ, ഒരു കുഴപ്പമില്ല. लेकिन वो स्त्री ने ऐसा नहीं बोला. उसने बोला कि कोई भी दिक्कत नहीं है माँ, मैं बस ऐसे ही गिर गया हूँ. ആ മനുഷ്യൻ അന്ന് തന്റെ കാറിൽ യാത്ര ചെയ്യുമ്പോൾ താൻ തന്നോട് തന്നെ ചോദിച്ചു, ഞാൻ തൊഴിച്ചു താഴെ ഇട്ടിട്ടും എന്നെ പറ്റി ഒരു മോശം വാക്ക് എൻ്റെ ഭാര്യ പറയാതിരുന്നത് എന്തുകൊണ്ടാ? तो वो फिर उसके बाद जब एक गाड़ी में यात्रा कर रहे थे, तो वो सोच रहे थे कि मैंने उसको लात मार के उसको नीचे गिराया, फिर भी उसने मेरे बारे में बुरा क्यों नहीं बोला. അന്ന് രാത്രി തനിക്ക് യേശുവിന്റെ ദർശനം കിട്ടി. तो उस रात को उसको यीशु का दर्शन मिला. അന്ന് രാത്രി താൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. तो उस रात उन्होंने यीशु को अपने उद्धारकर्ता के रूप स्वीकार किया. നമുക്ക് നമ്മുടെ മുൻപിൽ രണ്ട് റെസ്പോൺസിനുള്ള സാധ്യതകളുണ്ട്. हमारे जिंदगी में हम लोग के पास दो प्रतिक्रिया देने. ഒന്നുകിൽ വർഷങ്ങളോളം ആളുകളോട് പിണങ്ങിയിരിക്കാം. ऐसे हम कर सकते हैं कि हम वर्षों तक लोग से गुस्सा करें. ആരുടെയും കടങ്ങളൊന്നും ക്ഷമിക്കാതിരിക്കാം. किसी का भी कर्ज हम ना क्षमा करें. അവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കാം, റിസർച്ച് നടത്താം അവരെ പറ്റി. हम कोशिश कर सकते हैं कि हम उनकी गलती को ढूंढते रहे. രണ്ടാമത്തെ റെസ്പോൺസ് അവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാം. दूसरा प्रतिक्रिया यह है कि हम दिल से उन्हें माफ करें. യേശു രണ്ടാമത്തെ റെസ്പോൺസ് ആണ് സ്വീകരിച്ചത്. तो यीशु ने दूसरा प्रतिक्रिया ही चुना. നമ്മളിൽ ഒരു നന്മയുമില്ലായിരുന്നു. जब हमें एक भी भलाई नहीं थी. ദൈവത്തിന്റെ വചനം പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. यीशु का वचन बताता है कि कोई भी धर्मी नहीं था, एक भी नहीं. എന്നാൽ യേശു നമ്മളോട് ക്ഷമിക്കുവാൻ തീരുമാനിച്ചു. लेकिन यीशु ने हमें माफ करने का He सोचा. decided to forgive us unconditionally. यीशु ने हमें बिना कुछ बदले में चाहे हमें माफ करने को चाहा. യേശുവിന്റെ അടുക്കിലേക്ക് വരുന്ന ആരോടും താൻ ക്ഷമിക്കുകയാണ്. तो यीशु के पास जो भी जाते हैं उन सबको यीशु माफ करते हैं. ഹല്ലേലൂയ. हालेलुया. യേശു നമുക്ക് കാണിച്ചു തന്ന മാതൃക നമുക്ക് സ്വീകരിക്കാൻ കഴിയുമോ? तो यीशु ने हमारे सामने जो आदर्श रखा है, क्या हम उसे स्वीकार कर सकते അതാണ് हैं? ജീവിതത്തിൽ യഥാർത്ഥ സ്വാതന്ത്ര്യം നൽകുന്നത്. वही हमें जिंदगी में एक सच्ची स्वतंत्रता അതാണ് देगी. ജീവിതത്തിൽ യഥാർത്ഥ സംതൃപ്തി നൽകുന്നത്. वही चीज हमें जिंदगी में तृप्त करेगा. ഒരു വാക്യം വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. एक वचन पढ़कर हम प्रार्थना करेंगे. എല്ലാ കയ്പും കോപവും सारा कड़वाहट और ക്രോധവും ദൂഷണവും क्रोध और बुरी बात, സകല ദുർഗുണവുമായി सारा बुरी आदत നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. हमें छोड़कर दूर चले जाए. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി तुम लोग आपस में दया और कृपा के साथ ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ यीशु ने जिस प्रकार तुम्हें माफ किया, അന്യോന്യം ക്ഷമിപ്പീൻ. आपस में माफ करे. എഫേസ്യർ 4:31-32. इफिसियों 4 का 31 और 32. എല്ലാ വിദ്വേഷവും മാറിപ്പോകട്ടെ. हमारे दिल की सारी कड़वाहट दूर हो जाए. എല്ലാ കയ്പും മാറിപ്പോകട്ടെ. सारी कड़वाहट और गुस्सा चले जाए. എല്ലാ കോപവും ക്രോധവും മാറിപ്പോകട്ടെ. सारा क्रोध हमारे दिल से चले जाए. നമ്മുടെ ഉള്ളിൽ ദയവുണ്ടാകട്ടെ. हमारे दिल में दया होनी चाहिए. നമ്മുടെ ഉള്ളിൽ മനസ്സലിവുണ്ടാകട്ടെ. हमारे दिल में तरस होनी चाहिए. യേശു നമ്മളോട് ക്ഷമിച്ചതുപോലെ यीशु ने जैसे हमें क्षमा किया, നമുക്ക് അന്യോന്യം ക്ഷമിക്കാം. हम लोग को आपस में क्षमा करना है. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകൾക്ക് ഈ നിമിഷങ്ങളിൽ മറുപടി കിട്ടാൻ പോവുക. आप लोग ने बहुत सालों से जो प्रार्थना किया था, उसका उत्तर आपको इस क्षण में मिलेगा. എന്താണെന്നറിയോ കാരണം? उसका कारण क्या है पता है? Jesus taught us a method of prayer. यीशु ने हमें एक प्रार्थना का तरीका सिखाया है. That method is first you forgive others so that
your Father God will forgive you. वो तरीका ये है कि हम अपने अपराधियों को क्षमा करें ताकि यीशु हमें क्षमा करेंगे। നമ്മൾ ക്ഷമിച്ചില്ലെങ്കിൽ എന്തോ അതിന്റെ ഫലം? अगर हम कोशिश नहीं करेंगे तो उसका परिणाम क्या है? ദൈവം നമ്മളോട് ക്ഷമിക്കത്തില്ല. यीशु हमें क्षमा नहीं करेंगे। ദൈവം നമ്മളോട് ക്ഷമിച്ചില്ലെങ്കിൽ നമുക്ക് ഈ ലോകത്തിൽ സമാധാനമില്ല. अगर यीशु हमें क्षमा नहीं करेंगे तो हमें दुनिया में शांति से नहीं जी सकते। നിത്യതയിൽ സ്ഥാനമില്ല. हम लोग को अनंत काल में कोई जगह नहीं मिलेगा। ഈ ലോകത്തിൽ രോഗം, हाँ, इस दुनिया में हम लोग को रोग होगा, സമാധാനമില്ലായ്മ, हम लोग को शांति नहीं मिलेगी, കയ്പ്, कड़वाहट, ബന്ധങ്ങളെല്ലാം തകരുന്ന സ്ഥിതി. बंधन हमारे हमारे मतलब संबंध सब टूट जाएंगी। നമുക്ക് ലിസ്റ്റ് ഒന്ന് ഉണ്ടാക്കാം. क्या हम लोग उसका सूची बना सकते हैं? നമ്മളോട് ഏറ്റവും മോശമായിട്ട് പെരുമാറിയിട്ടുള്ള, നമ്മളോട് ഏറ്റവും മോശമായിട്ട് നമുക്കെതിരെ പ്രവർത്തിച്ചിട്ടുള്ള ചില ആളുകൾ നമ്മുടെ മനസ്സിലുണ്ടല്ലോ. हम लोग के मन में बहुत सारे लोग होंगे जो हमारे प्रति अच्छा काम नहीं किए होंगे, बुरा किए होंगे। നമുക്ക് അവരോട് ക്ഷമിക്കാം. हम लोग उन्हें क्षमा करेंगे। നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ എന്നെ അവരോട് ക്ഷമിക്കാൻ എന്നെ സഹായിക്കണമേ. तो हम लोग यीशु से प्रार्थना करेंगे कि यीशु मुझे मेरा मन को बदलिए ताकि मैं उनको क्षमा करूं। യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. तो यीशु ये प्रार्थना सिखाते हैं कि जिस प्रकार हम अपने अपराधियों को क्षमा करते हैं उसी प्रकार हमारे अपराधों को क्षमा करें। Father, forgive our sins, O God. पिताजी हमारे पापों को क्षमा करें। ഞങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കണമേ കർത്താവേ. हमारे अपराधों को क्षमा करना पिता। മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. दूसरों को क्षमा करने का हमें कृपा दीजिए। അവിടുന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ച പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകട്ടെ. हम लोग को आपने जो प्रार्थना सिखाया वो हमारी जिंदगी में सच हो। ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. सारा बंधन यीशु के नाम से दूर हो जाए। ബിറ്റർനെസ്, കയ്പിന്റെ അവസ്ഥകൾ മാറിപ്പോകട്ടെ. कड़वाहट जो भी है वो सब हट जाए। തകർന്ന ബന്ധങ്ങൾ റിസ്റ്റോർ ചെയ്യപ്പെടട്ടെ. टूटा हुआ संबंध बनने पाए। ക്ഷമിക്കുവാൻ കഴിയാത്ത മാനസിക അവസ്ഥകൾക്ക് വ്യത്യാസം വരട്ടെ. ऐसा मानसिक स्थिति जिसमें हम क्षमा नहीं कर पाते हैं। തകർന്ന ബന്ധങ്ങൾ വീണ്ടും വീണ്ടും let there be restoration of broken relationships. टूटा हुआ संबंध बन जाने पाए। യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. यीशु के नाम से ऐसा ही हो। നൂറുകണക്കിന് ആളുകളുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. लाखों लोगों की जिंदगी में ऐसा ही हो। യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. यीशु के नाम से ऐसा ही हो। യേശുവേ നന്ദി. यीशु धन्यवाद। പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. प्रार्थना सुना इसलिए धन्यवाद। യേശുവിന്റെ നാമത്തിൽ തന്നെ. यीशु के नाम से मांगते हैं। ആമേൻ. ഹല്ലേലൂയ.